ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദരണീയനായ പ്രിൻസിപ്പൽ തോമസ് അച്ഛൻ, അമ്പാച്ചന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ശമാശന്മാരെ, സഹോദരങ്ങളെ, വലിയ നോമ്പിൻ്റെ ആരംഭത്തിൽ നടത്തുന്ന ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും ശുശ്രൂഷയാണ് ശുബുക്കോനോ. ശുബുക്കോനോ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്ഷമ, നിരപ്പാകൽ, അനുരഞ്ജനം എന്നൊക്കെയാണ്. സാധാരണ വൈദിക സെമിനാരിയിൽ ധ്യാനപ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സെമിനാരിയിലെ ശുബുക്കോനോ ശുശ്രൂഷയിൽ ദൈവവചനം പറയുവാനായിട്ട് അവസരം ഉണ്ടാവുന്നത്. മറ്റവസരങ്ങളിൽ പറയുന്നതിനേക്കാൾ ഭാരമുള്ളതും പ്രയാസ പല രീതിയിലും തോന്നുന്നതുമായ ഒരു നിയോഗമാണ് ഇപ്പോൾ ബലഹീനനായ ഞാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം എന്താണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഇത്രമാത്രം നമ്മുടെ ഹൃദയത്തോട് ക്ഷമയുടെ, നിരപ്പാകലിൻ്റെ സന്ദേശം കൊണ്ടുവരുന്ന മറ്റൊരവസരവും ഇല്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ വിശുദ്ധ കുമ്പസാരം നിരപ്പിൻ്റെ ഉദാശയാണ്. വിശുദ്ധ കുർബാന നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും കൂദാശയാണ്. അവിടെയൊക്കെ ഈ ക്ഷമയും നിരപ്പും അടങ്ങിയിട്ടുണ്ട് എങ്കിലും പ്രത്യേകമായി ക്ഷമയുടെ ഒരു അനുഭവം, ക്ഷമ ചോദിക്കലും വാങ്ങലും കൊടുക്കലും നിർവഹിക്കുന്ന ഒരു സന്ദർഭം ഇത്രമാത്രം ഹൃദയ സ്പർശകമായിട്ട് നമുക്ക് ഉണ്ടാവാറില്ല. അഭിവന്ദ്യനായ നമ്മുടെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ചിലപ്പോഴൊക്കെ പറയുമായിരുന്നു, ശുബുക്കോനോ ശുശ്രൂഷ ഒരിക്കൽ മാത്രമേ നടക്കാവൂ എന്നില്ല. ഒരു കമ്മ്യൂണിറ്റിയിൽ അത് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിലൊക്കെ നിർവഹിക്കുന്നത് അഭികാമ്യമായിരിക്കും. ഇടവക പള്ളികളിൽ ശുബുക്കോനോ ശുശ്രൂഷ അത്ര സാധാരണമല്ല. സെമിനാരികളിലും സന്യാസ സമൂഹങ്ങളിലുമാണ് കൂടുതലായിട്ടും ശുബുക്കോനോ ശുശ്രൂഷ വലിയ നോമ്പിൻ്റെ ആരംഭത്തിൽ നടത്തുന്നത്. നമുക്കറിയാം, ചില മത്സരങ്ങളൊക്കെ നമ്മൾ വീക്ഷിക്കുമ്പോൾ അവയുടെ ആരംഭത്തിൽ ടീമുകൾ, ഓരോ ടീമിലെയും അംഗങ്ങൾ പരസ്പരം തോളിൽ കൈവച്ച് ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് അവരെ പ്രാർത്ഥിച്ച് അവരുടെ പരസ്പരമുള്ള ആ ഒരു സോളിഡാരിറ്റി, ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ഏതാണ്ട് അതുപോലെ ഒരു പോരാട്ടത്തിന് വേണ്ടി
നാം പരസ്പരം ഐക്യപ്പെട്ട് ദൈവകൃപയിൽ ഫലമേൽപ്പിക്കുന്ന നിമിഷമാണ് ശുഭക്കോനോ എന്ന് പറയുന്നത്. ഇവിടെ പല തലങ്ങളിലുള്ള ക്ഷമ ചോദിക്കലും നിരപ്പാകലും അർത്ഥമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ നിന്ന് ക്ഷമ ചോദിച്ച് ദൈവത്തോട് നിരപ്പാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. മറ്റൊന്ന്, നമ്മുടെ പൂർവിക പിതാക്കള്, മാതാക്കള്, ഗുരുജനങ്ങള് ഇവരെയൊക്കെ ഓർത്ത് അവരുടെ അടുക്കൽ വീണ്ടും അവരെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഓർക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ക്ഷമ ചോദിക്കുകയും അവരിൽ നിന്ന് ക്ഷമ വാങ്ങുകയും ചെയ്യുന്ന ഒരു അവസരമാണ് ഇത്. മൂന്നാമതായിട്ട്, സഭ, ജീവനോടെ ഇരിക്കുന്ന സമൂഹം മുഴുവനും പരസ്പരം ക്ഷമ ചോദിക്കുവാനും വാങ്ങുവാനും കൊടുക്കുവാനും ഒക്കെയുള്ള അനുരഞ്ജനത്തിൻ്റെ വലിയ അവസരമാണ് ഇത്. അതോട് ചേർന്ന് ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളോട്, പ്രകൃതിയോട് നമുക്ക് നമ്മുടെ തെറ്റുകളെ സമ്മതിച്ച് പറഞ്ഞ് ക്ഷമ ചോദിക്കുവാൻ, ക്ഷമ വാങ്ങുവാൻ ഉള്ളൊരവസരവും കൂടി ആയിട്ട് നമുക്കിതിനെ എടുക്കേണ്ടതായിട്ടുണ്ട്. വലിയ നോമ്പിൻ്റെ ആരംഭത്തിൽ ശുഭകോനോ ശുശ്രൂഷയോടുകൂടി നാം അതിലേക്ക് പ്രവേശിക്കുന്നു. വലിയ നോമ്പിൻ്റെ അവസാനത്തിൽ പിതാക്കന്മാരിൽ ചിലർ പറഞ്ഞു തന്നിട്ടുണ്ട്, അവിടെയും ഒരു ശുഭകോനോ ശുശ്രൂഷ നടത്തുന്നത് അഭികാമ്യമാണ് എന്ന്. എന്നാൽ സാധാരണയായി നമ്മൾ ഒരു വാദോ ധർമ്മീനോ ശുശ്രൂഷ നടത്താറുണ്ട്. അത് വാദേ ധർമ്മീനോ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സുറിയാനി ഭാഷയുടെ ചില ആധികാരിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോൾ അത് വാദോ എന്ന് തന്നെയാണ് കാണുന്നത്. എൻട്രി ടു ദ പോർട്ട്, വാദോ ദൽമീനോ. അത് ഈ യാത്ര, ഈ പോരാട്ടം ശുഭ തുറമുഖത്ത് എത്തുന്നതിൻ്റെ സൂചനയായിട്ട് 10 കന്യകമാരുടെ ഉപമയെ അനുസ്മരിച്ചുകൊണ്ട് അഷ്ടാനുഭവ ആഴ്ച ആരംഭിക്കുന്ന തിങ്കളാഴ്ച രാത്രി നമസ്കാരത്തോട് ചേർന്ന് നമ്മൾ അത് നിർവഹിക്കാറുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദിയോടന്തം നിരപ്പിൻ്റെ ആവശ്യത്തെക്കുറിച്ചും അതില്ലാതെ കാഴ്ചയണയ്ക്കുന്നതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും നമുക്ക് ഒത്തിരി പ്രബോധനങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കായീൻ്റെ കാഴ്ചയിൽ ദൈവം തമ്പുരാൻ പ്രസാദിച്ചില്ല എന്ന് ചോദിച്ചാൽ, നർമ്മബോധമുള്ള ചിലരൊക്കെ പറയുമായിരിക്കും, ദൈവം തമ്പുരാൻ ഒരു നോൺ വെജിറ്റേറിയൻ ആയിരുന്നതുകൊണ്ട് കായീൻ വെജിറ്റേറിയൻ കാഴ്ച തന്നതിൽ ഇഷ്ടപ്പെട്ടില്ല, ഹാബേല് ആടിനെ കൊടുത്തപ്പോൾ അവിടെയാണ് ഇഷ്ടപ്പെട്ടതെന്ന്. എന്നാൽ നമുക്കറിയാം, കായീൻ സഹോദരനെ ദ്വേഷിച്ചുകൊണ്ട് കാഴ്ചയണച്ചതുകൊണ്ട്, അവൻ്റെ ഉള്ളിൽ കയ്പ് നിറഞ്ഞുകൊണ്ട് കാഴ്ചയണച്ചതുകൊണ്ട് അത് ദൈവം തമ്പുരാൻ സ്വീകരിച്ചില്ല. ഹാബേൽ സഹോദരനെ സ്നേഹിച്ചുകൊണ്ട്
കാഴ്ച അണച്ചതുകൊണ്ട് അത് സ്വീകരിക്കപ്പെട്ടു എന്ന്. കർത്താവ് യേശു മിശിഹായുടെ വചനം നമ്മൾ ഇന്ന് ഏവങ്കേലിയോനിൽ വായിച്ചു കേട്ടു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്ന്. അവിടെ കർത്താവ് ക്ഷമയുടെ ഒരു വിശേഷണം എടുത്തു പറയുന്നു, ഹൃദയപൂർവം എന്ന്. ഹൃദയത്തെ മുഴുവനും പങ്കെടുപ്പിച്ചുകൊണ്ട്, നിന്റെ വ്യക്തിത്വം മുഴുവനും ചേർന്നുകൊണ്ട് ക്ഷമിക്കുവാൻ ഉള്ള ഒരാഹ്വാനം കർത്താവ് നൽകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങളിൽ, നിന്റെ കാഴ്ച ദൈവം തമ്പുരാൻ സ്വീകരിക്കണമെങ്കിൽ പരസ്പരം നിരന്നുകൊണ്ടുള്ള കാഴ്ചയായിരിക്കണം അത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങളിൽ, സെയിന്റ് മാത്യു ചാപ്റ്റർ 6 വേഴ്സസ് 14 and 15, ദൈവം നിങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ നിങ്ങളും പരസ്പരം ക്ഷമിച്ചേ പറ്റൂ എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. കർത്തൃപ്രാർത്ഥനയിൽ ആ ഒരു ഓർമ്മപ്പെടുത്തലിനെ നമ്മൾ ശിരസ വഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ക്ഷമയെക്കുറിച്ച് ഇന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ ഒരു പ്രബോധനം ലഭിക്കുക എന്നുള്ളതല്ല. ഇവിടെ ക്ഷമയാണ് പ്രധാനം. ഇവിടെ അനുരഞ്ജനമാണ് പ്രധാനം. ഫോർഗിവ്, ഫോർഗെറ്റ്, ഫോർഗോ, ഈ 3 പദങ്ങളും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. ക്ഷമിക്കുന്നയാളിന് മാത്രമേ മറക്കാൻ പറ്റൂ. ക്ഷമിക്കുന്നയാളിന് മാത്രമേ ചിലതൊക്കെ വിട്ടുകൊടുക്കുവാൻ പറ്റൂ. ഫോർഗോ. അതില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയിട്ട് പറ്റും എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് നാം ഒക്കെയും. പരസ്പരം കാണുമ്പോൾ നമുക്ക് പുഞ്ചിരിക്കുവാനും ചിരിച്ച് കാര്യങ്ങൾ വർത്തമാനം പറയുവാനും പ്രത്യേകമായ കഴിവ് ഉണ്ട് എങ്കിലും ഹൃദയത്തിൽ നമുക്ക് ഒത്തിരി അകലങ്ങളും സ്വകാര്യതയുടെ കയ്പുകളും നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ ഇന്ന് ഇവിടെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. 2 Corinthians chapter 3 verses 16 and 17. 2 Corinthians chapter 3 verses 16 and 17. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം ഇട്ടുകൊണ്ടുള്ളതായ ഇടപെടലുകളും സംസാരങ്ങളും പ്രാർത്ഥനകളും നമസ്കാരങ്ങളും നമുക്ക് ഏറെയുണ്ട്. യഥാർത്ഥത്തിൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ അത് മാറിപ്പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ ഈ നിമിഷം ഒന്ന് ദൈവത്തോട് ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് പറയാൻ ശ്രമിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ഉള്ളിൽ വന്നുപോയിരിക്കുന്ന ഞാനിട്ടിരിക്കുന്ന മൂടുപടത്തെ നിങ്ങളിലേക്ക് യഥാർത്ഥമായിട്ട് നോക്കുമ്പോൾ മാറ്റിക്കളയുവാൻ തക്കവണ്ണമുള്ള അവിടുത്തെ എന്നിലേക്കുള്ള ഒരിടപെടൽ ഇവിടെ ഉണ്ടാകണമേ എന്ന്. ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. മാറ്റുക എന്നല്ല, നീങ്ങിപ്പോകും എന്നാണ്.
അതുകൊണ്ട് രണ്ട് പദങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് ഒന്ന് പ്രതിഷ്ഠിക്കാം. ഒന്ന് സഹനം, രണ്ട് ദഹനം. ക്ഷമിക്കുന്നതിന് പറയുന്ന പേരാണ് സഹനം. കയ്പ് നിറഞ്ഞിരിക്കുന്നതിനെ മനഃപൂർവം നമ്മുടെ ഉള്ളിൽ നാം അതിനെ വഹിക്കുവാൻ സന്നദ്ധമാകുന്ന പ്രാർത്ഥനയിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് ആ കയ്പിനെ ഒന്ന് കടത്തിവിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ശക്തി തീർന്ന് നമ്മിൽ ക്ഷമയുടെ അത്ഭുതം ദൈവം തമ്പുരാൻ രൂപീകരിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പ്രത്യേകമായിട്ട് പറയുന്ന പേരാണ് സഹനം. Bearing the bitterness and the feelings of revenge. രണ്ടാമത്തത് ദഹനമാണ്. നമുക്ക് നമ്മെക്കുറിച്ചുള്ള പ്രതിച്ഛായ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സൂക്ഷിക്കുന്നിടത്ത് നമ്മിൽ ഒത്തിരി അഹംഭാവങ്ങൾ കടന്നുകൂടും. അതിനോട് ചേർന്ന് ദുരഭിമാനവും നമ്മെ വല്ലാണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് മാറും. പ്രൈഡ്, ഫോൾസ് പ്രസ്റ്റീജ്, വാനിറ്റി, ഇതൊക്കെ നമ്മിൽ ഉള്ളത് നിലനിൽക്കുന്നിടത്തോളം കാലം ക്ഷമ ചോദിക്കുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമുക്ക് അതിന് തടസ്സമായിട്ട് ചില നീക്കുപോക്കുകൾ, കാരണങ്ങൾ, എക്സ്ക്യൂസസ് ഉണ്ടാവും. അവിടെയാണ് അങ്ങനെയുള്ളതിനെ മനഃപൂർവം ഒന്ന് ദഹിപ്പിക്കുവാൻ, ദഹനം, ധൈര്യം ഉണ്ടാവേണ്ടത്. സഹനവും ദഹനവും നടക്കുന്നിടത്ത് ശുഭക്കോനോ അർത്ഥപൂർണമാകുന്നു. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു കുപ്പിയിൽ വിഷവും ഒരു ചെറുസഞ്ചിയിൽ ഒരു രത്നവും വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, 1 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഈ വിഷം കുടിക്കണം. നിങ്ങളുടെ ഉള്ളിൽ കയ്പോടുകൂടിയാണ് നിങ്ങളിത് കുടിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. എന്നാൽ ഒരു കയ്പുമില്ലാതെ ഇത് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കുവാൻ പോവുകയില്ല. രത്നത്തെ അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, 1 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഇതിനെ, ഈ വിലയേറിയ രത്നത്തെ തീയിലിട്ട് ദഹിപ്പിക്കണം. എന്നാൽ നിന്റെ കയ്യിലിരിക്കുന്ന വിലയേറിയ സാധനം, അതിനെക്കുറിച്ച് അല്പമെങ്കിലും നഷ്ടബോധം നിന്നിലുണ്ടായെങ്കിൽ നീ അഗ്നിയിലേക്കിടുമ്പോൾ അത് ഒരിക്കലും ദഹിച്ചു പോകാതെ അത് അവിടെ തന്നെ കിടക്കും. ശിഷ്യന്മാരിൽ ചിലരൊക്കെ ഇത് കേട്ടിട്ട് 1 മാസം ആകുന്നതിന് മുമ്പ്, കാരണം 1 മാസത്തോളം ആയപ്പോൾ അവർ തമ്മിലുള്ള ഇടപെടലിൽ പല കയ്പുകളുടെ ഭാവങ്ങളും അവരുടെ മനസ്സിലുണ്ടായി. ഈ കയ്പ് കളഞ്ഞിട്ട് ആ വിഷം കുടിക്കുവാൻ സാധ്യമല്ല എന്ന് തോന്നി ആ കുപ്പി അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ ആശ്രമം വിട്ടു. അതുപോലെ തന്നെ ഈ രക്തം, ഇത്
കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഇത്രയും ഒരു രത്നം എനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ഭാരപ്പെട്ടിരുന്ന പല ആളുകൾക്കും ആ രത്നവുമായിട്ട് അവിടെ നിന്ന് കടന്നു കളയാനേ തോന്നിയുള്ളൂ. ഗുരു ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചതിൻ്റെ സാരം, നിന്റെ ഉള്ളിലെ ബിറ്റർനെസ്, കയ്പ്, അത് കളയാതെ നിനക്ക് നിത്യതയുടെ ഗുരുമുഖത്ത് നിന്ന് കിട്ടുന്ന ജ്ഞാനത്തിൻ്റെ പ്രയോജനം ഒരിക്കലും പ്രാപിക്കുവാൻ സാധ്യമല്ല. നിന്റെ ഉള്ളിൽ ലൗകികമായ നേട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തയും അതിനോട് ചേർന്നുള്ള അഹങ്കാരവും നീ കാര്യമായിട്ട് വിചാരിക്കുന്നുവെങ്കിൽ നിനക്ക് ഗുരുവിൽ നിന്ന് കിട്ടുന്നതിൻ്റെ മൂല്യം നിന്റെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ വലുതായിട്ട് ഒരിക്കലും തോന്നുകയില്ല. ഇതുപോലെയാണ് നമ്മളൊക്കെയും പലപ്പോഴും ദൈവസന്നിധിയിൽ ഈ കയ്പിനെ ഇല്ലാതാക്കുവാനായിട്ടുള്ള ഒരാഗ്രഹം, ദൈവസന്നിധിയിൽ ഈ അനാവശ്യമായിരിക്കുന്ന അവനവനെ കുറിച്ചുള്ള പ്രതിച്ഛായ ചിന്ത, അതിനെ ഉപേക്ഷിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ്, ഒരു ധൈര്യം, ഇത് നമ്മിൽ എപ്പോഴുണ്ടാകുമോ അപ്പോഴേ ശുഭക്കോനോ അർത്ഥപൂർണമാവുകയുള്ളൂ. ഇന്ന് ടൗണിൽ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ബേക്കർ ജംഗ്ഷനിൽ ഒരു ഭർത്താവും ഭാര്യയും, രണ്ടുപേരും മധ്യവയസ്കര്, അതോടെ കുറച്ചുകൂടെ കഴിഞ്ഞവരാണ്. ഭർത്താവ് സീബ്ര ക്രോസിന്റെ അങ്ങോട്ടേക്ക് വന്നിട്ട് വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകാനായിട്ട് തിരക്ക് കൂട്ടുക. അപ്പോൾ ഭർത്താവ് ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ധൈര്യമായിട്ട് അവളെ ശകാരിച്ചുകൊണ്ട് പറയാണ്, നീ ഒരു പേടിത്തൊണ്ടി എന്ന്. പക്ഷെ ഭാര്യ അതേ ശക്തിയിൽ ഭർത്താവിനെ തിരിച്ച് റോഡിന്റെ സൈഡിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളല്ലെങ്കിലും മണ്ടത്തരമേ കാണിക്കൂ. ഇത് ഞാൻ കണ്ട് വന്ന നിമിഷങ്ങളാണിത്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് തന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യത്തിന് ധൈര്യം ഇല്ലാതെ പോകുന്നു. നമുക്ക് നമ്മെക്കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യത്തിന് ധൈര്യമില്ലാതെയാണ് ക്ഷമിക്കുവാൻ പറ്റാതെ പോകുന്നത്. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്ന കുറ്റം അയാൾക്ക് ബുദ്ധിശകലം കുറവാണെന്നാണ്. ബുദ്ധി നമുക്ക് ഏറിപ്പോകുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ അഹംഭാവത്തെ അപ്പുറമായിട്ട് ദൈവത്തിൽ നിന്ന് കിട്ടുവാനുള്ള കൃപകളെ കുറിച്ച് ഗൗരവതരമായിട്ട് ചിന്തിക്കാൻ പറ്റാതെ വരുന്നത്. അഹംഭാവത്തെ ദഹിപ്പിക്കുവാൻ പറ്റുന്ന ഒരു അവസ്ഥ, അത് ലോകപ്രകാരം ബുദ്ധിയില്ലാത്തതാവാം. കയ്പിനെ ഉള്ളിൻ്റെ ഉള്ളിൽ വേണ്ട എന്ന് വെക്കുവാനുള്ള ഒരു സഹനം, അത് ആത്മീയ ജീവിതത്തിൽ ഒരു വല്ലാത്ത ധൈര്യത്തിൻ്റെ പ്രകടനമായിരിക്കും. അതുകൊണ്ട് ധൈര്യവും ബുദ്ധിയും എങ്ങനെ പ്രയോഗിക്കണം എന്ന് ഒന്ന് ചിന്തിക്കുവാൻ, അത് ദൈവികമായിട്ട് പ്രയോഗിക്കുവാനായിട്ടാണെങ്കിൽ ഒരു സഹനം സാധിക്കും, ഒരു ദഹനം നമ്മിൽ നടക്കും. അതില്ലാത്തിടത്തോളം കാലം നമ്മൾ ബുദ്ധിയുള്ളവരായിട്ട് തുടരും, പക്ഷേ നമ്മിലൊന്നും സംഭവിക്കാറില്ല.
അതില്ലാത്തവരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ധൈര്യഹീനരായിട്ട് തുടരും. നമ്മെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കും. ദൈവം നമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നിവിടെ തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഒരു സഹനത്തിൻ്റെ ശുശ്രൂഷ, ഒരു ദഹനത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ജ്വലിച്ചാലും എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒരു കമ്മ്യൂണിറ്റി നടത്തുന്ന ഒരു ശുശ്രൂഷയാവുന്നത് കൊണ്ട് അതിന് ഇനിയുമുള്ള ഭാഗത്ത് നേതൃത്വം നൽകേണ്ടത് ആ കമ്മ്യൂണിറ്റിയുടെ അധ്യക്ഷനാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ ബാക്കിയുള്ള ശുശ്രൂഷയിലേക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് വരണമെന്ന്